പ്രധാനപ്പെട്ട വാർത്തയിലേക്ക്. കോഴിക്കോട് എലത്തൂർ HPCL ഡിപ്പോയിൽ നിന്നും ഡീസൽ ഓവുചാലിലേക്ക് ഒഴുകിയെത്തുന്നു. സംഭവത്തിൽ ഡിവൈഎഫ്ഐ പ്രതിഷേധം നടത്തുകയാണ്. ഡിപ്പോയിൽ അറ്റകുറ്റപ്പണി നടക്കുന്നതിനിടയിലാണ് ഡീസൽ പുറത്തേക്ക് ഒഴുകിയത്. കോഴിക്കോട് നിന്ന് ദിൽഷ തിലകൻ ചേരുന്നുണ്ട്. ദിൽഷ, വിവരങ്ങൾ. കൂടിയാണ് ഈ കോഴിക്കോട് എലത്തൂർ HPCL ഡിപ്പോയിൽ നിന്ന് ഡീസൽ ഓവുചാലിലേക്ക് ഒഴുകി എത്തുന്നതായിട്ട് ഈ നാട്ടുകാരുടെ ശ്രദ്ധയിൽപ്പെടുന്നത്. സ്ഥലത്ത് ഡിവൈഎഫ്ഐയുടെ വലിയ രീതിയിലുള്ള ഒരു പ്രതിഷേധം നടക്കുകയാണ്. ഈ ഡിപ്പോയിൽ അറ്റകുറ്റപ്പണി നടക്കുന്നതിനിടെയാണ് ഈ ഡീസൽ പുറത്തേക്ക് ഒഴുകിയത് എന്നാണ് നിഗമനം. ഫയർഫോഴ്സ് സ്ഥലത്തെത്തിയിട്ടുണ്ട്. എലത്തൂർ പോലീസ് ഉദ്യോഗസ്ഥരും സ്ഥലത്തെത്തിയിട്ടുണ്ട്. പ്രശ്നം പരിഹരിക്കാനുള്ള നടപടികൾ പുരോഗമിക്കുകയാണ്. എന്നാൽ വലിയ രീതിയിലുള്ള പ്രശ്നങ്ങളൊന്നും തന്നെ ഇല്ല. കാരണം ഈ ഡിപ്പോയിൽ നിന്ന് അറ്റകുറ്റപ്പണി നടക്കുന്നുണ്ട്. ഇത് വൃത്തിയാക്കുന്നതിനിടയിലാണ് ഇത്തരത്തിലൊരു സാഹചര്യം ഉണ്ടായത്. അത് പെട്ടെന്ന് തന്നെ ആരാണ് ആദ്യം, നാട്ടുകാരാണോ ഈ സംഭവം കാണുന്നത്? തീർച്ചയായിട്ടും ചെയ്തത് നാട്ടുകാരുടെ ശ്രദ്ധയിലാണ് പെടുന്നത്. അവരാണ് ഇത് മറ്റ് പോലീസിനെ എല്ലാം തന്നെ വിവരം അറിയിക്കുന്നത്. ഉടൻ തന്നെ പോലീസ് ഫയർഫോഴ്സ് എല്ലാം സ്ഥലത്തെത്തിയിട്ടുണ്ട്. പോലീസിൽ നിന്ന് ലഭിക്കുന്ന ഒരു വിവരം അനുസരിച്ച് വലിയ രീതിയിലുള്ള പ്രശ്നമില്ല. ഇത് അറ്റകുറ്റപ്പണി നടക്കുന്നതിനിടെ ഡീസൽ പുറത്തേക്ക് ഒഴുകിയെന്നാണ് പോലീസിൽ നിന്ന് ലഭിക്കുന്ന ഒരു വിവരം. എന്തായാലും പ്രശ്നം പരിഹരിക്കാനുള്ള നടപടികൾ ഇവിടെ പുരോഗമിക്കുകയാണ് ചെയ്തു. ശരി ദിൽഷ, എത്രയും വേഗം ആ പ്രശ്നം പരിഹരിക്കപ്പെടട്ടെ. കാരണം ഗുരുതരമായൊരു സ്ഥിതിവിശേഷമാണ്. ഡീസലാണ് ഓവുചാലിലേക്ക് ഒഴുകിയെത്തുന്നത്. ഡിവൈഎഫ്ഐയുടെ പ്രതിഷേധവും തുടരുകയാണ്. സ്ഥലത്ത് വിവരങ്ങൾ നൽകുകയായിരുന്നു ദിൽഷ തിലകൻ.